ഈ സമാധാനത്തിൻ്റെ പാത വിടർന്നു വരുന്നു. ആർക്കും എത്തിച്ചേരാവുന്ന, ആർക്കും സ്വസ്ഥമായി ജീവഭയമില്ലാതെ വിനോദസഞ്ചാരികളായി എത്തി ആഹ്ലാദത്തോടു കൂടി മടങ്ങിപ്പോകാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു ജമ്മു കശ്മീർ, അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നുള്ള ധാരണ തിരുത്തപ്പെടുന്ന രീതിയിലാണ് രാജ്യത്തെ ഈ രാത്രി ഉറക്കം ഇല്ലാത്ത ഒന്നാക്കി മാറ്റുന്ന ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. കൊല്ലപ്പെടും മുമ്പുള്ള മഞ്ജുനാഥിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മകൻ്റെയും തൻ്റെയും കൺമുന്നിൽ വെച്ചാണ് മഞ്ജുനാഥിനെ അക്രമികൾ കൊലപ്പെടുത്തിയതെന്ന് മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവി പറഞ്ഞു. 3-4 പേർ ഞങ്ങളെ ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്ന് അവരോട് ഞാൻ പറഞ്ഞു. നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് അവരിൽ ഒരാൾ മറുപടി നൽകിയത്. പ്രദേശവാസികളായ 3 പേരാണ് തങ്ങളെ രക്ഷിച്ചത് എന്നും പല്ലവി ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. मैं मंजुनाथ शिवमोगा कर्नाटक से हम इंडियन ट्रैवल स्टोर्स में बुक करके कश्मीर प्रवास में आए हैं। अब हमारा कश्मीर टूर का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। शिकारा राइड कर रहे हैं कश्मीर में। शिकारा राइड करवा रहे हैं मोहम्मद रफीक जी, और हमारा सब टूर ऑर्गेनाइज किया है काजल ठाकुर जी, इंडियन ट्रैवल स्टोर से। बहुत अच्छा लगा, बहुत अच्छा सर्विस। ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം, ആ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കുക, അവധിക്കാലം ആഘോഷിക്കുന്നതിനിടെയാണ് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളാണ് വീണ്ടും കാണിക്കേണ്ടത്. തീർച്ചയായും ഇപ്പോൾ കാണുന്നത് തന്നെ, അതായത് കൊല്ലപ്പെടും മുമ്പുള്ള മഞ്ജുനാഥിൻ്റെ ദൃശ്യങ്ങളാണ്. അവർ ആനന്ദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, വളരെ സ്വാഭാവികമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഉള്ള നിമിഷങ്ങളാണ്. ഇതിന് തൊട്ട് പിറകെയാണ് ഇവരുടെ ശരീരത്തിലേക്ക് ഭീകരരുടെ വെടിയുണ്ടകൾ വന്ന് പതിച്ചത് എന്നത് ഏറ്റവും ഭയാനകമായ ഒന്നായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഞ്ജുനാഥിനെ അക്രമികൾ കൊലപ്പെടുത്തി. മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവി, 2 പേരും ഇപ്പോൾ അതിലുണ്ട്. അത്രത്തോളം സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിലൊരാൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. അതിനുശേഷം ഈ സംഭവം അവർ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് അവർ കൊല്ലപ്പെടുന്നതിന് മുൻപുള്ള ആനന്ദത്തിൻ്റെതായ നിമിഷങ്ങളാണ്. അവിടെ വിനോദയാത്രയ്ക്ക് എത്തിയതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവർ ചിത്രീകരിച്ച് നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഭീകരർ വന്ന് തങ്ങളെ ആക്രമിച്ചത്. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്ന് അവരോട് പറഞ്ഞു. ആ സമയത്ത് നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നുള്ള നിലയ്ക്ക് മറുപടി പറഞ്ഞു എന്നുള്ളതാണ്.